ഹായ് ഓൾ, അൻവർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് 9ാം ക്ലാസ് ആയിരിക്കുള്ള ക്ലാസ്സുകളാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി 2 ചാപ്റ്റേഴ്സ് 9ാം ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട നോട്ട്സും അതിലെ വർക്ക്ഷീറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിലിട്ടുണ്ട്, നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആയിരിക്കും നമ്മുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഗ്രൂപ്പിലേക്ക് ചേരാനുള്ള ഒരു ലിങ്ക്, വാട്സപ്പ് ലിങ്ക് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് നൽകാം. നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് സമവാക്യങ്ങളാണ്. 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സമവാക്യ ജോഡികൾ എന്നുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മളിവിടെ പറയുന്നത്, അല്ലെങ്കിൽ പെയർസ് ഓഫ് ഇക്വേഷൻസ്. നമുക്ക് ഇതിന്റെ തുടർച്ചയായി 2 ചാപ്റ്റേഴ്സ് 10ാം ക്ലാസ്സിൽ വരുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ ഇവിടുന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കാണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ആണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ കഴിഞ്ഞ ചാപ്റ്റേഴ്സും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ്സിന്റെ സമവാക്യങ്ങൾ അല്ലെങ്കിൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന വീഡിയോസ് നിങ്ങൾ കാണുന്നത് നന്നായിരിക്കും. കാരണം അതിന്റെ ഈ പറയുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇനിയും നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അതിൻ്റെ കൂടെ പ്രസ് ചെയ്യുക. പിന്നെ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളിത് ഈ ക്ലാസ്സുകൾ, ഈ അവസരങ്ങളൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ആശയങ്ങളും കാര്യങ്ങളും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞു പോകും. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. നമുക്ക് ഇന്നത്തെ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെയർസ് ഓഫ് ഇക്വേഷൻസ് ആണ്, അല്ലെങ്കിൽ സമവാക്യ ജോഡികളാണ്. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻസ് നമുക്കറിയാം, നമ്മൾ 8ാം ക്ലാസ്സിൽ പരിചയപ്പെട്ടതുപോലെ നമ്മളെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ആൾജിബ്ര വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് കൂടുതലും ചെയ്യുന്നത് ആൾജിബ്ര വെച്ചിട്ടാണ്. അപ്പൊ അതിനു മുമ്പ് ചില മെന്റലായിട്ട് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസും മനസ്സിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ നമുക്ക് ആൾജിബ്രയിലൂടെ നമുക്ക് എങ്ങനെ പറയാം എന്നുള്ളതാണ്, അത് എങ്ങനെ മനക്കണക്കായിട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതേ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കാം. ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. ദർ ആർ 100 ബീഡ്സ് ഇൻ എ ബോക്സ്. അതായത് ഒരു ബോക്സിൽ, ഒരു പെട്ടിയിൽ 100 മുത്തുകളുണ്ട്. സം ബ്ലാക്ക് ആൻഡ് സം വൈറ്റ്. അതിൽ കുറച്ചു വെള്ളയും അതേപോലെ തന്നെ കറുത്തതുമാണ്. 10 more blacks than white. അതായത് വെള്ളയേക്കാൾ 10 കൂടുതലാണ് ആര്? ബ്ലാക്ക്. ഇപ്പൊ ആരാ കൂടുതൽ? ബ്ലാക്ക് ആണ്. ഹൗ മെനി ബ്ലാക്സ്, ഹൗ മെനി വൈറ്റ്സ്. എത്ര ബ്ലാക്ക് ഉണ്ട്, എത്ര വൈറ്റ് ഉണ്ട്, എത്ര വെള്ളയായിട്ടുള്ള മുത്തുകളുണ്ട്, എത്ര കറുത്ത മുത്തുകളുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം, അല്ലെ? അതായത് ഒരു പെട്ടിയിൽ 100 മുത്തുകളുള്ളത്, ഒന്നിനേക്കാൾ മറ്റേത് 10 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മൾ ചെയ്യാം? അപ്പൊ കൂടുതലുള്ളതിനെ നമ്മൾ മാറ്റി വെക്കുക, അല്ലെ? അപ്പൊ കറുത്ത 10 കൂടുതലാണല്ലോ, ബാക്കിയുള്ള സെയിം ആണല്ലോ. അപ്പം തുല്യമായിട്ട്, അതായത് കൂടുതലുള്ളതിനെ നമ്മൾ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ബാക്കി 90 ഉള്ളത്. അപ്പോ ഈ 90 വെള്ളയായതും അല്ലാതെ കറുത്തതായിട്ടുള്ളതും സെയിം നമ്പറാണ്, അല്ലെ? അപ്പൊ അത് രണ്ടും കൂടി കൂട്ടിയാൽ 90 കിട്ടുകയാണെങ്കിൽ എത്രയായിരിക്കും? 45 ആണ്. അപ്പൊ ഒന്ന് മറ്റതിനേക്കാൾ 10 കൂടുതലാന്ന് പറയുമ്പോൾ വെള്ള 45ഉം കറുത്ത എത്ര ഉണ്ടാവുള്ളൂ? അതിന്റെ കൂടെ 10 കൂടി കൂട്ടിയാൽ 55 കിട്ടും എന്ന് മനസ്സിലാവും. അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. നമ്മൾ 8ാം ക്ലാസ്സിൽ ഇത് എങ്ങനെ ചെയ്തിരുന്നത്? നമുക്കറിയാം ഏതൊക്കെയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്, അതിനാണ് നമ്മൾ എക്സ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫസ്റ്റ് നമുക്ക് ഇവിടെ കൂടുതലായി വരുന്നത് ആരാ? കുറവായി വരുന്നത് ആരാ? വൈറ്റ് ആണ്, അല്ലെ? അപ്പൊ വൈറ്റ് കുറവിന് ഞാൻ എക്സ് കൊടുത്തു. അപ്പൊ വൈറ്റിന്, വെള്ളക്ക് എന്ത് കൊടുത്തു? വൈറ്റിന്, ഡബ്ല്യുവിന് എന്ത് കൊടുത്തു? ഞാൻ എക്സ് എന്ന് കൊടുത്തു. എക്സ് എണ്ണമാണ് വൈറ്റ് ഉള്ളത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് എത്രയായിരിക്കും? ബ്ലാക്ക് എത്ര ഉണ്ടാവും? ഇതിനേക്കാൾ 10 കൂടുതലായിരിക്കും, അല്ലെ? എക്സ് പ്ലസ് 10 ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ എക്സ് പ്ലസ് 10. ഇനി അങ്ങനെയാണെങ്കിൽ വൈറ്റും ബ്ലാക്കും കൂടി കൂട്ടിയായിരിക്കും എത്ര വരിക? 100 ആണ് വരിക.
അല്ലെ? അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോ എത്ര വരും? രണ്ടും കൂടി കൂട്ടുമ്പോ എക്സ് പ്ലസ് 10, എക്സും കൂടെ 10 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് എക്സും കൂട്ടിയാൽ 2x പ്ലസ് 10 സമം 100. അങ്ങനെയാണെങ്കിൽ ഈ 10 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സിനെ ഒറ്റക്കാക്കുക വേണ്ട, കാരണം എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ ഒറ്റക്ക് നിർത്താൻ 10 ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ 2x സമം 100 മൈനസ് 10. നമ്മൾ ഇവിടെ പ്ലസ് ആണെങ്കിൽ അത് ഒറ്റക്കാക്കാൻ വേണ്ടി നമ്മൾ അതിനെ മൈനസ് ചെയ്യുമ്പോൾ 100 മൈനസ് 10 സമത്ര വരും 2x സമം 90 എന്ന് വരും. സോ എക്സ് സമത്ര വരിക 90/2 സമം 45 എന്ന്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് വൈറ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് 45 എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്ലാക്കിന്റെ എണ്ണം കിട്ടാൻ 45 പ്ലസ് 10 സമം 55. ഓക്കെ അല്ലെ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഈ ഒരു മെത്തേഡ്. ഇത് നമ്മൾ നോക്കുക, രണ്ടത് നമുക്ക് അറിയില്ല. ഇവിടെ 2 പെയർസ് ഓഫ് ഇക്വേഷൻ ആണല്ലേ, 2 ജോഡികളായിട്ട് വരുന്ന സമവാക്യങ്ങളാണ്. ഇത് വേറെ രൂപത്തിലും പറയും അല്ലെ? ഇപ്പൊ 2 കൂടി കൂട്ടിയാൽ എത്ര? ബ്ലാക്കും വൈറ്റും കൂടി കൂട്ടിയാൽ എത്ര തന്നിട്ടുണ്ട്? വൈറ്റ് പ്ലസ് ബ്ലാക്ക് സമം എത്ര വരുന്നുണ്ട്? 100 ആണെന്ന് വരുന്നുണ്ട് അല്ലെ? അതേപോലെ തന്നെ ബ്ലാക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കറുത്തത് എന്ന് പറയുന്നത് വെളുത്തതിനേക്കാൾ എത്ര കൂടുതലാ? 10 കൂടുതലാണ്. അപ്പൊ അവര് തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം എത്ര അല്ലെ? അതായത് ബ്ലാക്കിന്നും വൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 10. അതായത് ബ്ലാക്ക് പ്ലസ് വൈറ്റ് സമം 100 ആണ്, ബ്ലാക്ക് മൈനസ് വൈറ്റ് സമം 10 ആണ്. അതായത് 2 സംഖ്യകളുടെ തുകയും വ്യത്യാസമാണ് അല്ലെ? ബ്ലാക്കും വൈറ്റും കൂട്ടിയാൽ 100, ബ്ലാക്കും വൈറ്റും കുറച്ചാൽ 10. ഇവിടെ 2 സമവാക്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇത് ചെയ്യാൻ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചതാ അല്ലെ? ഏതാ? ഒരു 2 സംഖ്യകളുടെ തുകയും വ്യത്യാസവും തന്നിട്ടുണ്ടെങ്കിൽ ആ സംഖ്യയുടെ തുകയും വ്യത്യാസവും അല്ലെങ്കിൽ ആ സംഖ്യകളുടെ സമ്മും ഡിഫറൻസും തരികയാണെങ്കിൽ അതിൽ ലാർജ് നമ്പർ എന്ന് പറയുന്നത്, വലിയ സംഖ്യ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി കൂട്ടിയതിന്റെ പകുതിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വലുതാരാ? ബ്ലാക്ക് അല്ലേ? അപ്പൊ അതിന്റെ ഇരട്ടി ബ്ലാക്ക് സമം 2 ബ്ലാക്ക് സമം എന്തായിരിക്കും? 100 പ്ലസ് 10 അല്ലെ? ഇത് രണ്ടും കൂടി കൂട്ടി എടുത്താൽ മതി. അപ്പൊ ബ്ലാക്ക് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 100 പ്ലസ് 10/2 സമത്ര വരും 110/2 സമത്ര വരും 55 എന്ന് വരും. സോ ഇതാണ് നമ്മൾ 7ാം ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഭാഗം പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതാണ് രണ്ട് സമവാക്യങ്ങൾ വന്നു, 2 സമവാക്യങ്ങൾ. അപ്പൊ ഒരു ജോഡി സമവാക്യങ്ങൾ അല്ലെ? ഒരു പെയർ ഓഫ് ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള 2. ഇങ്ങനെയും ഇത് ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. നമ്മൾ ഇവനെ ഏതാണ് ഇവിടെ പഠിക്കുന്നത്? ഇതേപോലെ പെയർ ആക്കി ചെയ്യാനുള്ള രീതിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് സമവാക്യ ജോഡികൾ, പെയർസ് ഓഫ് ഇക്വേഷന് 2 തരത്തിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിന്ന് വിലകൾ കണ്ടുപിടിക്കുന്ന രീതിയാണ്. അപ്പൊ ഇനി കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ കാര്യങ്ങളും നമുക്ക് ഇതിന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നത് 2 ജോഡികളാക്കിയിട്ട് അല്ലെങ്കിൽ പെയർസ് ആക്കി ചെയ്യുന്ന ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. പലരും പ്രയാസമാണെന്ന് പറയുന്ന പാർട്ടാണ്. അപ്പൊ നല്ലപോലെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകും. കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, ക്വസ്റ്റ്യൻ ഞാൻ താഴ്ത്തരും ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയർ ടുഗദർ 5000 rupees. അതായത് ഒരു ചെയറിനും അല്ലെങ്കിൽ ഒരു മേശക്കും ഒരു കസേരക്കും കൂടി വരുന്നത് 5000 രൂപയാണ്. ഓക്കെ ആണല്ലോ? The price of a table and 4 chair is 8,000. അതായത് 4 ചെയറിനും ഒരു മേശക്കും കൂടി വരുന്നത് 8000 രൂപയാണ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ഓരോന്നിന്റെയും പ്രൈസ് എത്രയാണ്? നമുക്കറിയാം മേശയും ആണ് ചെയറും ആണുള്ളത്. ഓക്കെ അല്ലേ? മേശയും ടേബിളും അതേപോലെ തന്നെ ചെയറും ആണുള്ളത്. അപ്പൊ നമുക്ക് രണ്ടിന്റെയും വിലകൾ അറിയില്ല. അപ്പൊ എന്തൊക്കെയാണോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് രണ്ടും നമുക്ക് അറിയാത്തത് കൊണ്ട് അത് രണ്ടിനും ഒന്നിന് എക്സും, ആദ്യത്തേതിന് എക്സും രണ്ടാമത്തേതിന് വൈയും കൊടുക്കാം നമ്മൾ. അപ്പൊ ആദ്യം ടേബിൾ ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഏതൊക്കെ കാര്യങ്ങളാണ് ഇതിലുള്ളത് നോക്കുക. ടേബിളും ചെയറും ആണുള്ളത്. ഓക്കെ, മേശയും കസേരയാണുള്ളത്. അപ്പൊ ടേബിളിന് ഞാൻ എക്സ് കൊടുത്തു, ചെയറിന് ഞാൻ വൈയും കൊടുത്തു. ഇതാണ് പറഞ്ഞിട്ടുള്ളത്.
ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോ ക്വസ്റ്റ്യനിലും പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ആയിട്ട് പറയാം. ടേബിളിനും ചെയറിനും കൂടി അല്ലെ, അതായത് ടേബിൾ പ്ലസ് ചെയറിന് എത്ര, ഞാൻ മലയാളത്തിൽ എഴുതുന്നില്ല കാരണം നമുക്ക് അറിയുന്ന ടേബിൾ പ്ലസ് ചെയർ എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 5000 രൂപയാണ് തന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ വീണ്ടും ഒരു കാര്യം അടുത്ത ലൈന് നമ്മൾ വായിക്കാം. ദ പ്രൈസ് ഓഫ് എ ടേബിൾ. അപ്പൊ ഒരു ടേബിൾ പ്ലസ് അതിന്റെ കൂടെ ആരും കൂടി വാങ്ങി? 4 ചെയർസ് ആണ് വാങ്ങിയിട്ടുള്ളത് അല്ലെ, 3 ചെയർസ് അല്ലെ, 4 ചെയർസ്. അപ്പൊ 4 ചെയർ ഈസ് ഈക്വൽ ടു എത്ര വരുന്നു? 8000. അപ്പൊ ഇവിടെ ടേബിളും ചെയറും എന്ന് പറയുന്നത് ഒരു ടേബിളിന്റെ റേറ്റും അതേപോലെ തന്നെ ഒരു ചെയറിന്റെ പ്രൈസും ആണ് കേട്ടോ. അപ്പൊ എങ്ങനെ എഴുതണം? പ്രൈസ് ഓഫ് എ ടേബിൾ, പ്രൈസ് ഓഫ് എ ചെയർ. അതായത് ഒരു മേശയുടെയും ഒരു ചെയറിന്റെയും വില. അപ്പൊ ഒരു ടേബിളിന് ഒരു മേശയുടെ വില എക്സ്, ഒരു കസേരയുടെ വില വൈ. അങ്ങനെ ടേബിൾ പ്ലസ് ചെയർ 5000, ഒരു ടേബിൾ 4 ചെയറും കൂടി കൂട്ടിയാൽ 8000. ഇനി ഇവിടെ ഒരു ടേബിളിന്റെ വില നമ്മൾ എക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്ന് എഴുതുന്നു എക്സ് പ്ലസ് ചെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആണ്, സമത്ര വരും 5000. ഇനി അടുത്ത ഒരു ടേബിൾ ആണ്, ടേബിളിന്റെ വില എക്സ് ആണ് പ്ലസ്. ഇവിടെ നോക്കുക, ഇവിടെ 4 ചെയറിന് എത്ര? 4 ചെയർ ആണ്. അപ്പൊ ഒരു ചെയർ 4 ഇൻറ്റു ഒരു ചെയറിന്റെ വില വൈ, സമത്ര വരും 8000. ഇതിങ്ങനെ എഴുതി വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കറിയാം എക്സ് പ്ലസ് വൈ 500 ആണ്. നമ്മൾ ഇതിന്ന് രണ്ട് എക്സിന്റെയും വൈയുടെയും വില കാണണം. എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ നോക്കുക, ഇവിടെ എക്സ് ഒറ്റക്കാണ് അല്ലെ, എക്സും വൈന്റെ കൂടെ 5000 ആണ് കിട്ടുന്നത് കൂട്ടിക്കഴിഞ്ഞ്. നമുക്ക് നോക്കാം എക്സ് പ്ലസ് 4y സമം 8000. ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു, ഇതിന് ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു അല്ലെ. 2 ജോഡികളാവുമ്പോൾ 2 ഇക്വേഷൻസ് ഉണ്ടാവും. ഇനി നമ്മൾ ചെയ്യണ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് എക്സും വൈയും കൂട്ടിയാൽ 5000 ആണ്. അതായത് ഒരു മേശയുടെയും ഒരു ചെയറിന്റെയും വില 5000 ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? അങ്ങനെയാണെങ്കിൽ ഒരു ചെയറിന് എത്രയായിരിക്കും വില എന്ന് നോക്കും. ഓക്കെ, ഒരു ചെയറിന് എത്ര വില നോക്കാം, അല്ലെങ്കിൽ ഒരു മേശക്ക്. അപ്പൊ ഞാൻ ഇതിന് എക്സ് കാണുന്നു, നമുക്ക് പറയാം 1ൽ നിന്ന് എക്സ് സമത്രയായിരിക്കും. അപ്പോ 5000 നിന്ന് ഒരു മേശ കുറച്ചാൽ മതി. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 5000 മൈനസ് വൈ ആണ്. ശരിയല്ലേ? കാരണം എക്സിനെ അവിടെ നിർത്തിയിട്ട് വൈനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 5000 നിന്ന് എന്ത് കുറച്ചതാണ്? വൈ കുറച്ചതാണ്. അപ്പൊ എനിക്ക് ഇത് ഇവിടുന്ന് കിട്ടും. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 5000 മൈനസ് വൈ ആണെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഇത് കൊടുക്കുന്നു. അപ്പൊ എക്സ് put value of x in equation 2. ഇക്വേഷൻ 2 കൊടുക്കുക. അതായത് എക്സിന്റെ വില എന്തിലേക്ക് കൊടുക്കുന്നു? നമ്മള് ഇക്വേഷൻ നമ്പറിൽ കൊടുക്കുന്നു. എക്സ് എന്ന് പറയുന്നത് എന്താ? 5000 നിന്ന് വൈ കുറച്ചത്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്നു 5000 മൈനസ് വൈ പ്ലസ് കൂട്ടണം എന്ത്? 4y സമത്ര വരും 8000. നല്ലപോലെ ശ്രദ്ധിക്കട്ടോ. ഇനി നോക്കാം, ഇവിടെ മൈനസ് വൈ പ്ലസ് 4y. അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂനസംഖ്യകൾ. വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. വ്യത്യസ്ത ചിഹ്നങ്ങളാവുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻറ്റ് സൈൻ ആകുമ്പോൾ ലാർജറിന് നമ്മൾ സ്മോളർ മൈനസ് ചെയ്യണം. അപ്പൊ ഇവിടെ 5000 തന്നെയാണ്, അതിന് മാറ്റല്ല. 5000 വലുതിന്ന് ചെറുത് കുറക്കാം. വലുതിന്ന് ചെറുത് കുറക്കുമ്പോൾ 4y ഉണ്ട്, ഇവിടെ ഒരു y ഉള്ളൂ. അപ്പൊ 4y ഒരു y കുറച്ചാൽ 3y എന്ന് കിട്ടും. ഇവിടെ വലുതിന്റെ ചിഹ്നം ആരാ? പ്ലസ് ആണ്. അപ്പൊ പ്ലസ്. അപ്പൊ പ്ലസ് 3y സമത്ര വരും 8000 എന്ന് വരും. കണ്ടോ? ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ y ആണ് കാണേണ്ടത്. അപ്പൊ ചരങ്ങള് അക്ഷരങ്ങൾ ഉള്ളത് ഇവിടെ നിർത്തുക, ബാക്കിയുള്ളതിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ 3y ഈസ് ഈക്വൽ ടു 8000 മൈനസ് എത്ര വരും? 5000. അപ്പൊ 3y സമത്ര വരും 8000 നിന്ന് 5000 കുറച്ച് കഴിഞ്ഞാൽ 3000. അപ്പൊ y സമത്ര വരും 3000/3 സമത്ര വരും 3000നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വരിക? 1000 ആയിരിക്കും നമുക്ക് ആൻസർ വരും. അപ്പൊ y എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? y എന്ന് പറയുന്നത് നമുക്ക് 1000 ആണെന്ന് കിട്ടി. ഇപ്പൊ y എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രൈസ് ഓഫ് എ ചെയർ, ഒരു കസേരയുടെ വില. അപ്പൊ എത്ര? y സമത്ര വരും
1000 എന്ന് വരും. ഇനി നമുക്ക് എന്ത് കാണണം? എക്സ് കാണണ്ടേ അല്ലേ? അപ്പൊ എക്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? y 5000 y കുറച്ചാൽ മതി. അപ്പൊ 5000 മൈനസ് y എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 5000 നമ്മൾ y കുറക്കണം. അപ്പൊ 5000 മൈനസ് y എത്ര? 1000 സമത്ര വരും 4000. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തരാറുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ എക്സും വൈയും കൊടുക്കണം. നമുക്ക് എന്തൊക്കെയാണോ കാണാൻ പറയുന്നത് അതിന്റെ ഓരോന്നിന്റെയും വിലയായിട്ട് എന്ത് കൊടുക്കണം? എക്സും വൈയും കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഓരോ ലൈൻ ബൈ ലൈൻ വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. When we add 1 to numerator of a fraction and simplify it, we get 1/2. When we add 1 to the denominator instead, simplify, we get 1/3. What is the fraction? അതായത് ഒരു ഭിന്നസംഖ്യയുടെ അംശത്തോടു കൂടി ഒന്ന് കൂട്ടിയപ്പോൾ ഒന്ന് കൂട്ടി ചെറുതാക്കിയപ്പോൾ എനിക്ക് എത്ര കിട്ടി? 1/2 എന്ന് കിട്ടി. അതേപോലെ തന്നെ അതേ ഒരു ഫ്രാക്ഷനിൽ ഞാൻ എന്ത് ചെയ്തു? എന്താ ചെയ്ത്? ഡിനോമിനേറ്റർക്ക് ഒന്ന് കൂട്ടിയാണ്ട് സിംപ്ലിഫൈ ചെയ്തപ്പോൾ എനിക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? എനിക്ക് കിട്ടിയിട്ടുള്ള 1/3 ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററും അതേപോലെ തന്നെ ഡിനോമിനേറ്ററും എന്താണ്, അല്ലെങ്കിൽ ഫ്രാക്ഷൻ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും മനസ്സിലാക്കേണ്ടത് എന്താണ്? ഫ്രാക്ഷൻ. നമുക്കറിയാം ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭിന്നം എന്ന് പറയുന്നത് നമുക്കറിയാം അംശം ഉണ്ടാവും, ഛേദം ഉണ്ടാവും, ന്യൂമറേറ്ററും ഉണ്ടാവും, ഡിനോമിനേറ്ററും ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും അറിയാത്തത് കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിട്ടിയാലേ നമുക്ക് ആ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ആ അംശത്തിന് ഞാൻ എക്സ് കൊടുത്തു. അംശം സമം എക്സ് കൊടുത്തു, അല്ലെങ്കിൽ ന്യൂമറേറ്റർ n. അതേപോലെ തന്നെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഞാൻ വൈയും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ഫ്രാക്ഷൻ എങ്ങനെ വരിക? ഫ്രാക്ഷൻ എന്ന് പറയുന്നത് x/y ആയിരിക്കും. ശരിയല്ലേ? ഫ്രാക്ഷൻ എന്ന് പറയുന്നത് x/y. ഇനി നമുക്ക് തന്ന കാര്യങ്ങൾ ഓരോന്ന് നോക്കാം. ന്യൂമറേറ്ററിന്റെ കൂടെ 1 ആഡ് ചെയ്തു എന്നാ പറഞ്ഞ. അപ്പൊ ഡിനോമിനേറ്ററിന് ഒരു മാറ്റവും ഇല്ല. അപ്പൊ ന്യൂമറേറ്ററിന്റെ കൂടെ 1 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ x+y ആണ് ഇപ്പൊ ഉള്ളത്. അതിന്റെ കൂടെ ന്യൂമറേറ്ററിന്റെ കൂടെ 1 ആഡ് ചെയ്ത സമയത്ത് എനിക്ക് എത്ര കിട്ടിയ? 1/2 കിട്ടി. ഇതാണല്ലോ ഫസ്റ്റ് പറഞ്ഞത്. അപ്പൊ ഇതിനെ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പൊ x+1 എന്ന് പറയുന്ന 1/2 ആണ്. ബൈ y സമം 1/2. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ ക്രോസ് ചെയ്യും അല്ലെ? നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ക്രോസ് ചെയ്യുമ്പോൾ വരെ 2 × x+1 = y എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമ്മൾ ഇത് 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 2 × x 2x, 2 × 1 + 2. ഇനി ഇവിടെ y. നമുക്കറിയാം ഇവിടെ ചരമുണ്ട്, ഇവിടെ ചരമുണ്ട് അല്ലെ? വാരിയബിൾസ് ഒക്കെയാണ് ഇത് രണ്ടും. അപ്പൊ അക്ഷരങ്ങളൊക്കെ ഒരു ഭാഗത്തേക്കും സംഖ്യകളെ ഒരു ഭാഗത്തേക്കും മാറ്റും. അപ്പൊ എന്ത് വരും? 2x ഇത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും. -y = 2. ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോയി -2 എന്നാവും. +2 അങ്ങോട്ട് പോകുമ്പോൾ -2 ആവും. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഒരു ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അടുത്ത കാര്യം എന്താ? ന്യൂമറേറ്ററിന്റെ കൂടെ 1 ആഡ് ചെയ്തു. അപ്പൊ എക്സിന് മാറ്റില്ല, ന്യൂമറേറ്ററിന് മാറ്റില്ല, ഡിനോമിനേറ്റർ ആണ് മാറ്റിയത്. അപ്പോൾ y+1 = 1/3 ആണ് കിട്ടിയിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ അതേപോലെ തന്നെ ക്രോസ് ചെയ്യുന്നു. ഇതിനങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇതിനങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ 3x ഇതിനങ്ങോട്ട് ഇതിനങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 1 × തന്നെ ഉണ്ട് y+1 തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? എക്സിനെ സംഖ്യകൾ ഒരു ഭാഗത്തേക്കും ചരങ്ങൾ ഒരു ഭാഗത്ത് ഇതിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നു. കൊണ്ടുവരുമ്പോൾ എന്ത് വരും? 3x - y = 1. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ട്. ഒന്ന് 2x - 2 = 2x - y = -2, 2x - y = 1. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഒന്നിന്റെ ആൻസർ കാണണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ 1 എടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്ന് y കണ്ടുപിടിക്കാനാണ്. അപ്പൊ y-നെ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ ഇക്വേഷൻ നമ്പർ 1-നെയാണ് നമ്മൾ മാറ്റുന്നത് കേട്ടോ. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 ആരാ? 2x - y = -2 എന്നാണല്ലോ അല്ലെ? ഇതിനെ എനിക്ക് y-നെ ഒറ്റക്കാക്കണമെങ്കിൽ ഇവിടെ മൈനസ് ആണ്. അപ്പൊ ഞാൻ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ സൈന് മാറല്ലോ. അപ്പൊ 2x ഇതിനങ്ങോട്ട് വരുമ്പോ +2 = y. 2x + y = 2.
ഇവിടെ നമുക്കറിയാം y is equal to 2x plus 2 എന്ന് എഴുതാം. 2x plus 2 എന്ന് എഴുതാം. പ്രയാസമൊന്നുമില്ലല്ലോ. ഇപ്പൊ y എന്ന് പറയുന്ന 2x plus 2 ആണ് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ y ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും? 2x plus 2 എന്ന് കൊടുക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ൽ ഇനി ഇക്വേഷൻ നമ്പർ 2 ൽ നമ്മൾ കൊടുക്കുമ്പോൾ സമയത്ത് 3x മൈനസ്, ഇനി മൈനസ് വൈക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? ഇത് കൊടുക്കുന്നു. 2 ബ്രാക്കറ്റ് ഉണ്ടോ? കാരണം മൈനസ് ഉള്ളതുകൊണ്ട് 2x plus 2 is equal to 1. ഓക്കെ അല്ലേ? ഇനി നമ്മൾ മൈനസ് കൊണ്ട് ഗുണിക്കണം അല്ലെ? ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട്, പുറത്ത് മൈനസ് ഉള്ളത് കൊണ്ട് 3x മൈനസ് 2x മൈനസ് 2 സമം 1. കണ്ടോ? അങ്ങനെ മൈനസ് കൊണ്ട് ഗുണിക്കണം. ഇനി ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ 3x നിന്ന് 2x കുറച്ചാൽ 1x സമം ഇവിടെ എത്ര വരും? മൈനസ് 2 സമം 1. ഇനി എക്സിനെ ഒറ്റക്കാക്കാണ് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ എന്ത് വരും? മൈനസ് 2 അങ്ങോട്ട് പോകുമ്പോ പ്ലസ് 2 ആവും. 1 plus 2. അപ്പൊ എക്സ് സമം എത്ര വരും? 3. അപ്പൊ എക്സ് 3 ആണെന്ന് കിട്ടി. കണ്ടോ? എക്സ് 3 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി എക്സ് 3 ആണെങ്കിൽ y കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 ആരെ കൊടുക്കുക? ഇത് കൊടുക്കുക. അപ്പൊ y എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിട്ടുണ്ട്. y is equal to എത്ര? 2x plus 2 എന്ന് തന്നിട്ടുണ്ട്, കിട്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മള്. അപ്പൊ y കിട്ടാൻ എന്ത് ചെയ്താൽ മതി? y is equal to 2 into x-ന് പകരം നമ്മൾ 3 കൊടുക്കും. x into 3 plus 2 എന്ന് കിട്ടും. അപ്പൊ എത്ര വരിക? 2 into 3 6. 6ക്ക് 2 കൂട്ടിയാൽ 8 എന്ന് വരും. അപ്പൊ നമ്മുടെ ഫ്രാക്ഷൻ ഏതാ? ഫ്രാക്ഷൻ എന്ന് പറയുന്ന x by y, x എന്ന് പറയുന്നത് 3 by 8. അപ്പൊ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നം എന്ന് പറയുന്ന എത്ര? അല്ലെങ്കിൽ ഭിന്നം എന്ന് പറയുന്നത് എന്താ? ഭിന്നം സമം 3 by 8. കണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നോക്കാം. ഇവിടെ പറയുന്നത് നോക്കാം. ഇൻ എ റെക്ടാംഗിൾ, ഒരു ചതുരത്തിൽ, ഇൻ എ റെക്ടാംഗിൾ ഓഫ് എ പെരിമീറ്റർ 1 meter, അതായത് 1 meter ആയിട്ടുള്ള 1 meter ലെങ്ത് വരുന്ന പെരിമീറ്റർ, ചുറ്റളവ് വരുന്ന ഒരു ചതുരം. ആ ചതുരത്തിന്റെ 1 side is 5 centimeter longer than other. ഒരു വശത്തിനേക്കാൾ 5 സെന്റിമീറ്റർ കൂടുതലാണ് മറ്റേ വശം എന്ന് പറയുന്നുണ്ട് അല്ലെ? വാട്ട് ആർ ദി ലെങ്ത് ഓഫ് ദി സൈഡ്? ഓക്കെ, അപ്പൊ നമ്മളിവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ കാര്യങ്ങൾ മീറ്ററിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ തന്ന കാര്യങ്ങൾ ഒന്ന് എഴുതാം അല്ലെ? അപ്പോ ഇവിടെ തന്ന കാര്യങ്ങൾ, ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ, പെരിമീറ്റർ എന്ന് പറയുന്നത്, പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് തന്നിട്ടുണ്ട്. ചുറ്റളവ് എത്ര? ചുറ്റളവ് സമയം എത്ര തന്നിട്ട്? 1 meter. ഇപ്പൊ മറ്റേ സെന്റിമീറ്റർ ആയതുകൊണ്ട് 1 meter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 100 centimeter ആണെന്ന് അറിയാം. അപ്പൊ അതെ. ഇനി ഒരു കാര്യം തന്നിട്ടുണ്ട്, ഒരു വശത്തിനേക്കാൾ എത്ര കൂടുതലാണ് മറ്റേ വശം? അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ? എത്ര സെന്റിമീറ്റർ? 5 centimeter കൂടുതലാണ്. ഓക്കെ, അപ്പൊ നീളവും വീതിയും തമ്മിലുള്ള വ്യത്യാസം എത്ര? 5 centimeter ആണ്. അപ്പൊ എങ്ങനെ ഇത് ചെയ്യാൻ നോക്കാം. നമുക്കറിയാം ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 into നീളം പ്ലസ് വീതി അല്ലേ? അല്ലേ? നമുക്കറിയാം ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് എന്നറിയാം. ദാറ്റ്സ് ഈക്വൽ ടു 100 അല്ലേ? ഇവിടെ നമുക്ക് നീളവും വീതിയും നമുക്ക് അറിയോ? ഇല്ല, നമുക്ക് നീളവും വീതിയും നമുക്ക് അറിയില്ല. അങ്ങനെയാണ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 100 ആണ്. ശരിയല്ലേ? അപ്പോ നമുക്ക് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്തായിരിക്കും? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 100/2 സമം എത്ര വരും? 50 അല്ലെ? അപ്പോ നീളവും വീതിയും കൂട്ടി കഴിഞ്ഞാൽ L plus B സമം എത്ര വരും? 50. എപ്പോഴും എക്സും വൈ തന്നെ ആയണം എന്നൊന്നും ഇല്ല കേട്ടോ. നമ്മളിവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ആയതുകൊണ്ട്, നീളവും വീതി ആയതുകൊണ്ട് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എടുത്താൽ മതി, പ്രയാസമൊന്നുമില്ല. പ്ലസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് സമം 50. ഇനി പറയുന്നുണ്ട് നീളത്തിനേക്കാൾ എത്ര കൂടുതലാണ് വീതി? ഒരു കാര്യം കൂടി തരുന്നുണ്ട്. നീളം എന്ന് പറയുന്ന വലിയ വശം എന്ന് പറയുന്നത് ചെറിയ വശത്തേക്കാൾ 5 centimeter കൂടുതലാണെന്ന് പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ നോക്കാം, നീളത്തിനേക്കാൾ അല്ലെങ്കിൽ നീളമായിരിക്കും വലുത്. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഈസ് ഈക്വൽ ടു ബ്രെഡ്ത്ത് പ്ലസ് 5 അല്ലേ? ശരിയല്ലേ? അതായത് ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് പ്ലസ് 5 ആണ് നമുക്കറിയാം. അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. അപ്പൊ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് പ്ലസ് 5 ആണ്. ഇതിന് ഇക്വേഷൻ നമ്പർ 1, ഇതിന് ഇക്വേഷൻ നമ്പർ 2.
ഇനി നമ്മൾ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട്. ലെങ്ത് നമുക്ക് ഇതിന്ന് കാണാം അല്ലെ, ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ലെങ്ത് ഇതിൽ കൊടുക്കുക അല്ലെ. ലെങ്ത് ഇതിൽ കൊടുക്കുമ്പോൾ എത്ര വരിക? അപ്പോൾ ലെങ്ത്തിന് പകരം ഇവിടെ എല്ലിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ബി പ്ലസ് 5 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 50 അല്ല, ശരിയല്ലേ? കാരണം ലെങ്ത് എന്ന് പറയുന്നത് ബി പ്ലസ് 5 ആണ്. അപ്പോൾ ഈ ലെങ്ത്തിന് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? എൽ പ്ലസ് ബി പ്ലസ് 5 എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടുന്ന് ആൻസർ കാണാം. ബിയും ബിയും കൂട്ടിയാൽ 2b പ്ലസ് 5 ദാറ്റ്സ് ഈക്വൽ ടു 50. അപ്പോ 2b എന്ന് പറയുന്നത് എത്രയായിരിക്കും? 50. ഈ 5 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ -5 സമം 2b സമം 45. അപ്പൊ ആൻസർ വരുമ്പോൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2b ലെങ്ത് 2 എടുത്ത് എന്ന് പറയുന്നത് 45 ആണെങ്കിൽ അടുത്ത സമം എത്ര വരും? 45/2 സമം 22.5. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതെന്താണ്? ബി എന്ന് പറയുന്ന ലെങ്ത് കിട്ടിയിട്ടുണ്ട് 22.5 ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലെങ്ത് കണ്ടുപിടിക്കാം. ലെങ്ത് ഈസ് ഈക്വൽ ടു, ലെങ്ത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ബ്രെഡ്ത്ത് പ്ലസ് 5 ആണെന്ന് അറിയാം. സോ എത്ര വരിക? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 22.5 ആണെങ്കിൽ പ്ലസ് 5 സമം 27.5. അപ്പൊ ഓക്കെ, അപ്പൊ ലെങ്ത് നമുക്ക് കിട്ടി 27.5 ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 22.5 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ രണ്ടാമത് റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും എക്സും വൈ എന്നെ കൊടുക്കണം എന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള ലെറ്റേഴ്സ് നമുക്ക് ഇതിൽ കൊടുക്കാം. ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് കൊടുത്തിട്ടുള്ളത്. എ ക്ലാസ് ഹാസ് 4 more girls than boys. ഒരു ക്ലാസ്സിൽ 4 പെൺകുട്ടികൾ കൂടുതലാണ് ആൺകുട്ടിയേക്കാൾ. One day when 8 boys were absent, 8 ആൺകുട്ടികൾ വരാതിരുന്ന സമയത്ത് the number of girls was twice that of boys. അതായത് 8 കുട്ടികൾ വരാതിരുന്ന സമയത്ത് പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ആൺകുട്ടികളെക്കാൾ 2 മടങ്ങായി എന്നാണ് പറയുന്നത്. ഹൗ മെനി ഗേൾസ് ആൻഡ് ഹൗ മെനി ബോയ്സ് ആർ ദർ? എത്ര ബോയ്സും എത്ര ഗേൾസും ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നല്ലപോലെ ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ. ഫസ്റ്റ് പറയുന്നത് എ ബോയ്സ് ഹാസ് 4 more girls than boys. അപ്പൊ ഇവിടെ ബോയ്സിന്റെ എണ്ണവും ഗേൾസിന്റെ എണ്ണമാണ് പറയുന്നത്. അപ്പൊ ആദ്യം പറയുന്നത് ഗേൾസിന്റെ എണ്ണം അല്ലെ. അപ്പൊ ഗേൾസിന്റെ എണ്ണമാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഗേൾസിന്റെ നമ്പർ ഓഫ് ഗേൾസ് അത് ആദ്യം എഴുതി വെക്കുക. നമ്പർ ഓഫ് ഗേൾസ് ഈക്വൽ ടു എക്സ്. അടുത്ത നമ്പർ ഓഫ് ബോയ്സ് പെൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണം അത് ഞാൻ y എന്ന് കൊടുത്തു. ഇനി ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ, ഗേൾസും ബോയ്സും തമ്മിലുള്ള ഡിഫറൻസ് എത്ര? അത് ഗേൾസിന്റെ എണ്ണത്തിൽ നിന്ന് ബോയ്സിന്റെ എണ്ണം കുറച്ചു കഴിഞ്ഞാൽ എത്ര അവർ തമ്മിലുള്ള വ്യത്യാസം എത്ര പറയുന്നുണ്ട്? 4 ആണ്. 4 കുട്ടികളാണ് കൂടുതലുള്ളത്. അപ്പൊ 4. ഓക്കെ അല്ലെ. അപ്പൊ ഗേൾസിന്റെ എണ്ണം ഞാൻ എക്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ x - y = 4 എന്ന് എഴുതി. ഇതിന് ഇക്വേഷൻ നമ്പർ 1. ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് നമ്മൾ മാത്തമാറ്റിക്കലി എഴുതി. അടുത്ത പറയുന്നത് എന്താ അറിയോ? 2 കുട്ടികൾ ആബ്സെന്റ് ആയി. എത്ര? 8 ബോയ്സ് ആബ്സെന്റ് ആയി. അപ്പൊ 8 ബോയ്സ് ആബ്സെന്റ്. 8 ബോയ്സ് ആബ്സെന്റ് ആണ്. 8 ബോയ്സ് ആബ്സെന്റ് ആണെങ്കിൽ അവിടെ പിന്നെ എത്ര ബോയ്സ് ഉണ്ടാവും? അവിടെ ബോയ്സ് എത്ര? ബോയ്സ് ഈസ് ഈക്വൽ ടു എത്ര? 8 ബോയ്സ്. ഇപ്പൊ ബോയ്സിന്റെ എണ്ണം y ആണ്. അപ്പൊ y - 8. പക്ഷേ ഗേൾസിന്റെ എണ്ണം മാറ്റണ്ടോ? ഇല്ല, ഗേൾസിന്റെ എണ്ണം തന്നെയാണ്. ഗേൾസ് ആബ്സെന്റ് ആയില്ല. അപ്പൊ ഗേൾസ് എന്തെന്നെയാണ്? എക്സ് തന്നെയാണ്. ഇങ്ങനെ വന്ന സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. ഗേൾസ് എന്ന് പറയുന്നത് ബോയ്സിന്റെ ഡബിൾ ആയി. അതായത് 2 ബോയ്സ് 2 into ബോയ്സ് ഈസ് ഈക്വൽ ടു എത്ര വന്നു? ഗേൾസ് ആവും അല്ലെ. അതായത് ബോയ്സിന്റെ 2 മടങ്ങായി പിന്നാല് ഗേൾസ്. അപ്പൊ 2 into എന്ന് പറയുമ്പോൾ 2 into ബോയ്സ് എന്ന് പറയുന്ന ഇവിടെ എത്ര? y - 8 ആണ്. ഇവിടുത്തെ ഗേൾസ് എന്താ? എക്സ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇതിനെ എക്സ് മാറ്റുന്നു. എക്സ് ഈസ് ഈക്വൽ ടു എന്തായി മാറും? ഇതിനിങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. 2y - 8 എന്നുണ്ട്. 2y - 8.
ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ നമ്പർ 1 കിട്ടി, ഇക്വേഷൻ നമ്പർ 2 കിട്ടി. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 2y മൈനസ് 2 ഇൻറ്റു 2y 16 ആണ്. കാരണം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. 2y 2 ഇൻറ്റു y 2y 2 ഇൻറ്റു 8 16. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 2x നമ്മള് 2y 16 കുറച്ചതാണ് തന്നിട്ടുണ്ട്. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4 ആണ് തന്നിട്ടുണ്ട്. അപ്പോ എക്സിന് പകരം എനിക്ക് ആരെ കൊടുക്കാം? 2y എന്ന് കൊടുക്കാം. അപ്പൊ എക്സിന് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? 2y മൈനസ് 16 മൈനസ് y ഇസ് ഈക്വൽ ടു 4. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നോക്കാം. ഇവിടെ 2y മൈനസ് 16 മൈനസ് y ഇസ് ഈക്വൽ ടു 4. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് എത്ര വരിക? 2y ഒരു y കുറച്ചാൽ y മൈനസ് 16 ഈസ് ഈക്വൽ ടു 4. ഓക്കെ അല്ലല്ലോ. സോ അങ്ങനെയാണെങ്കിൽ y ഈസ് ഈക്വൽ എത്ര വരിക? y ഈസ് ഈക്വൽ ടു 4 ഈ 16 അങ്ങോട്ട് കൊണ്ടും പ്ലസ് 16 സമ y ഈസ് ഈക്വൽ എത്ര വരിക? 20 എന്ന് വരും. അപ്പോ y എന്ന് പറയുന്നത് ആരാ? ബോയ്സ്, ആൺകുട്ടികളുടെ എണ്ണം സമം y സമം 20. അങ്ങനെയാണെങ്കിൽ ഗേൾസോ? ഗേൾസ് എന്ന് പറയുന്നത് x ആണ്. x is equal to നമ്മൾ എന്ത് ചെയ്താൽ മതി? 20 പ്ലസ് 4. പിന്നെ 4 കൂടുതലാണെന്ന് പറഞ്ഞ് ഇപ്പൊ എത്ര വരും? 24. ഓക്കെ ആണല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, നമുക്ക് നോക്കാം. എ മാൻ ഇൻവെസ്റ്റഡ് 10,000 rupees split into 2 schemes at an annual rate of interest 8% and 9%. After 1 year, he got 875 rupees as interest from both. How much did he invested each? അതായത് ഒരാള് 10,000 രൂപ 2 പദ്ധതികളിലുമായിട്ട് നിക്ഷേപിച്ചു. ഡിവൈഡ് ചെയ്താണ്ട് ഒന്നിലുള്ള പലിശ എന്ന് പറയുന്ന 8%, മറ്റത് 9%. ഓക്കെ, അങ്ങനെ രണ്ടിൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടിൽ നിന്നും കൂടി അദ്ദേഹത്തിന് 875 രൂപ പലിശ മാത്രമായിട്ട് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോന്നിലും എത്രയാണ് അദ്ദേഹം നിക്ഷേപിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാം. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിക്ഷേപം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് 10,000 rupees ആണ്. 2 സ്കീമുകളിലാണ് അദ്ദേഹം നിക്ഷേപിച്ചിട്ടുള്ളത്. ഞാനൊരു സ്കീമിന് എ എന്ന് പേര് കൊടുത്തു, ഇത് ഞാൻ ബി എന്ന് പേര് കൊടുത്തു. സ്കീം എ, സ്കീം ബി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത് സ്പ്ലിറ്റ് ചെയ്തപ്പോ ഇവിടെ വരുന്നത് എക്സ് ആണ്, ഇവിടെ വൈ ആണ് അദ്ദേഹം നിക്ഷേപിച്ചെന്ന് വിചാരിക്കാം. എയില് എക്സ്, ബിയില് വൈ. അങ്ങനെയാണെങ്കിൽ അതേപോലെ അദ്ദേഹത്തിന്റെ പലിശ എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8%, ഇത് 9%. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യം നമുക്കറിയാം എക്സും വൈയും കൂട്ടി എത്ര വരിക? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 10,000 ആണ്. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ പലിശയാണ് ചോദിക്കുക, ഇൻട്രസ്റ്റ്. ഐ ഇസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് 7ാം ക്ലാസ്സിൽ. ഇതിൽ കൂട്ടുപലിശ അല്ല പറഞ്ഞത് അല്ലെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയും. ഇപ്പൊ ഐ എന്ന് പറയും സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, സാധാരണ പലിശയാണ്. ഐ ഇസ് ഈക്വൽ ടു PNR ആണ് ബൈ 100. ഓർമ്മ ഉണ്ടല്ലോ നമ്മൾ ചെയ്ത്. അപ്പോൾ ഇൻവെസ്റ്റ് എ എന്നായത് PA, ഇത് എന്താ? ഇത് IB, ഇൻട്രസ്റ്റ് ഫ്രം ബി. IB ആണെങ്കിൽ എത്രയായിരുന്നു? PNR ബൈ 100. ഇവിടെ നമ്മൾ IA ഒന്നിന്റെ പലിശ നമ്മൾ നോക്കാം. ഏതാ? IA നമ്മൾ കാണാൻ പോവാണ്. P എന്ന് പറയുന്ന ഇവിടെ നിക്ഷേപ തുക X, N എന്ന് പറയുന്ന വർഷം ഒരു വർഷം തന്നെയാണ്, അപ്പൊ 1. R എന്ന് പറയുന്നത് 8 ആണ് ബൈ 100. ഇനി നമ്മൾ ഏത് ചെയ്യുന്നു? IB കാണുന്നു, രണ്ടാമത്തെ എന്നുള്ള ഇൻട്രസ്റ്റ്. ഇവിടെ നിക്ഷേപ തുക Y ആണ്, Y ഇൻറ്റു ഇയർ 1 തന്നെയാണ്. ഇവിടെ പലിശ നിരക്ക് 9 ആണ് ബൈ. ഓക്കെ ആണല്ലോ. ഇതാണ് യഥാർത്ഥത്തിലുള്ള. ഇനി നമ്മൾ നോക്കുക, ഇതിൽ നമ്മൾ ചെറുതാക്കി എഴുതുമ്പോൾ IA എന്ന് പറയുമ്പോൾ എത്രയാണ്? IA എന്ന് പറയുന്നത് 8x പ്ലസ് 8x ബൈ 100
ഇവിടെ IB എന്ന് പറയുന്നത് 9y/100. ശരിയല്ലേ? നമ്മൾ ചെയ്താൽ കിട്ടും. ഇനി നമ്മൾ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. രണ്ടിൽ നിന്നുമായിട്ടുള്ള ഇൻട്രസ്റ്റ് പലിശ എന്ന് പറയുന്നത് IA + IB = 875 രൂപയാണ്. സോ IA എന്ന് പറയുന്നത് എന്താ? 8x/100 പ്ലസ് IB എന്ന് പറയുന്നത് 9y/100 സമം 875. ഓക്കെ അല്ലേ? സോ ഇവിടെ ഡിനോമിനേറ്റർ ഛേദം തുല്യമായതുകൊണ്ട് പൊതുവായിട്ട് എടുക്കുന്നു. അപ്പൊ 8x + 9y/100 = 875. അങ്ങനെയാണെങ്കിൽ 8x + 9y സമത്ര വരും. ഇതിനങ്ങോട്ട് കൊണ്ടുപോയി 875 + 100. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ എത്ര വരും? 8x + 9y = എത്ര വരും? എത്ര വരും ആൻസർ? 87,500 എന്ന ആൻസർ വരും. ഓക്കെ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ആൻസറിലേക്ക് എത്താം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? x എന്ന് പറയുന്നത് x + y എന്ന് പറയുന്നത് എത്രയാണ്? 10,000 ആണ് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇതിൽ നമ്മൾ ഒരു കാര്യം പറയുന്നു. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് അല്ലെങ്കിൽ x എന്ന് പറയുന്നത് എന്തായിരിക്കും? x = 10,000 മൈനസ് എത്ര വരും? 10,000 മൈനസ് y എന്ന് വരും. ശരിയല്ലേ? അപ്പൊ x ന് ഈ സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? 10,000 മൈനസ് y എന്ന് കൊടുക്കുന്നു. സോ 8 ഇൻറ്റു y എന്ന് പറയുന്ന 10,000 മൈനസ് y പ്ലസ് 9y. ഈ x ന് പകരമാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. y = 87,500. സോ ഇനി നെക്സ്റ്റ് ഞാൻ 8 കൊണ്ട് ഗുണിക്കുന്നു. 8 ഇൻറ്റു ചെയ്യുമ്പോൾ 80,000 എന്ന് വരും. മൈനസ് 8y പ്ലസ് 9y = എത്ര വരും? 80,000. ഇനി 80,000 അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ മൈനസ് 8y പ്ലസ് 9y = 87,500 നിന്ന് നമ്മൾ 80,000 കുറക്കും. സോ ആൻസർ വരുമ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് ആണ്. അപ്പൊ ലാർജറിന് സ്മോളർ മൈനസ് ചെയ്യാം. അപ്പൊ 9y ന്ന് 8y കുറച്ചാൽ y തന്നെയാണ്. ലാർജറിന്റെ സൈൻ പ്ലസ്. ദാറ്റ്സ് ഈക്വൽ ടു 8000 കുറച്ച് കഴിഞ്ഞാൽ എത്ര? 7,500. ഓക്കെ ആണല്ലോ? അപ്പൊ 7,500 രൂപയാണ് വൈയിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. y എന്ന് പറയുന്നത് 7,500. അപ്പൊ y എന്ന് പറയുന്നത് 7,500 ആണെങ്കിൽ മറ്റത് x സമത്രമായിരിക്കും. x സമം 10,000 നമ്മൾ എത്ര കുറച്ചാൽ മതി? 7,500 കുറച്ചാൽ മതി. സോ ആൻസർ എത്ര വരും? 2,500 എന്ന് വരും. സോ ഇത് വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്. നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യണം, കാരണം തെറ്റാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് ഒന്നാമത്തെ നിക്ഷേപ പദ്ധതിയിൽ അദ്ദേഹം നിക്ഷേപിച്ച തുക എന്ന് പറയുന്നത് എത്രയാണ്? x എന്ന് പറയുന്നത് 2,500 ആണ്. ഇവിടെ എത്ര വരുന്നത്? ഇവിടെ 7,500. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇതിൽ ഓരോന്നും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്ന് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ആവർത്തിച്ച് ഒന്നുകൂടി കാണുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, കൺഫ്യൂഷൻ നമുക്ക് തീർത്തരാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്തൊരു ഇനി ഇതിൽ കുറച്ച് 2-3 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് നോട്ടായിട്ട് നമുക്ക് ചെയ്യാം. അതിൻ്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആവും, തയ്യാറാക്കുന്ന കൊള്ളിച്ചുകൊണ്ട്. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതിൻ്റെ ബാക്കിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.